നിയോഗത്താലി. രചന, അവതരണം മിത്രവിന്ദ. ലിവിംഗ് റൂമിൽ ഇരുന്നുകൊണ്ട് അലസമായി ടിവിയിലേക്ക് നോക്കുകയാണ് ശ്രീനന്ദ. അതേസമയം തന്നെയാണ് ഇന്ദിര അവൾക്ക് അടുത്തേക്ക് വന്നത്. മോളെ, അച്ഛനെന്ന് പ്രത്യേകിച്ച് തിരക്കുകളൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി മോളുടെ ബുക്സും ടെക്സ്റ്റും എല്ലാം എടുത്തിട്ട് വന്നാലോ? പെട്ടെന്ന് ഇന്ദിര അത് ചോദിച്ചപ്പോ ശ്രീനന്ദയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കാരണം കുറച്ചു സമയം മുൻപ് കൂടി അവൾ ചിന്തിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, ബുക്കുണ്ടായിരുന്നെങ്കിൽ കുറച്ച് പോർഷൻസ് പഠിക്കാമല്ലോ എന്ന്. അതിനെന്താമ്മേ, ഇന്ന് തന്നെ പോകാം. എപ്പോഴാ പോവേണ്ടത്? അവൾ ചോദ്യഭാവത്തിൽ ഇന്ദിരയെ നോക്കി. എങ്കിലൊരു കാര്യം ചെയ്യ, മോള് വേഗം പോയി റെഡിയായിട്ട് വാ. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങാം. ഇന്ദിര ആ പറഞ്ഞതിനു മറുപടിയായി തലകുലുക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ അവൾ മുകളിലേക്കുള്ള പടികൾ കയറിപ്പോയി. തന്റേതായി ഇനി ആ വീട്ടിൽ അവശേഷിക്കുന്ന ഏക സാധനങ്ങളെന്ന് പറയുന്നത് തന്റെ ബുക്കും പുസ്തകവും അതും മാത്രമാണ്. അതും കൂടി എത്രയും പെട്ടെന്ന് തന്റെ കൈപ്പടിയിൽ എത്തിക്കണമെന്ന് അവളുടെ ഉള്ളം മന്ത്രിച്ചു. അലമാരയിലേക്ക് കൈയിട്ടപ്പോൾ ആദ്യം കയ്യിൽ തടഞ്ഞ ഒരു ഷോർട്ട് സ്കേർട്ടും ടോപ്പും എടുത്തിട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ മുടി പോണിറ്റയിൽ കെട്ടി മുഖത്തധികം ചമയങ്ങളൊന്നുമില്ലാതെ തന്നെ ഒരുങ്ങി വന്നു. ശ്രീനന്ദ ലിവിംഗ് റൂമിലേക്ക് വരുമ്പോൾ തന്നെയാണ് ഇന്ദ്രയും ഉടുത്തിരുന്ന നേരിയത് മാറ്റി മറ്റൊരു സാരി ഉടുത്തുകൊണ്ട് ലിവിംഗ് റൂമിലേക്ക് വന്നത്. ശ്രീനന്ദയെ കണ്ടപ്പോ അവരൊന്ന് ചിരിച്ചു. പിന്നെ അവരുടെ കണ്ണുകൾ നേരെ മുകളിലേക്കാണ് പാഞ്ഞത്. ആര്യൻകുട്ടൻ റെഡിയായി വന്നില്ലേ മോളെ? അവർ ശ്രീനന്ദയോടായി ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൾ നേരെ മുകളിലേക്ക് നടന്നു. ശ്രീനന്ദ മുകളിലേക്ക് ചെല്ലുമ്പോ ആര്യൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം മുടി കോമ്പ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആര്യൻകുട്ട, മോനെ, താഴെ അച്ഛമ്മ അന്വേഷിക്കുന്നു. ശ്രീനന്ദ വാതിൽക്ക തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ വരൂ ആന്റി. അതും പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കോമ്പ് ഡ്രസ്സിംഗ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് ആര്യൻ പുറത്തേക്ക് വന്നു. മുടി ഇങ്ങനെയാണോ കോമ്പ് ചെയ്യുന്നത്? ഇത് ആര്യൻകുട്ടിന് ഒട്ടും സ്യൂട്ടാവുന്നില്ലല്ലോ. അല്പോരാലോചനയോടെ ചൂണ്ടുവിരൽ താടിയിൽ കുത്തി അവനെ നോക്കി ശ്രീനന്ദ പറഞ്ഞതും അവൾ പറഞ്ഞത് അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആര്യൻ അവളെ നോക്കി മുഖം ചുളിച്ചു. ആന്റി കോമ്പ് ചെയ്ത് തരട്ടെ? വേണ്ട. എടുത്തടിച്ചതുപോലെയുള്ള മറുപടിയിൽ അവൾക്ക് എന്തോ നേരിയ വല്ലായ്മ തോന്നി. പിന്നെ അവൾ ഓർത്തു, അതൊരു ചെറിയ കുഞ്ഞല്ലേ. എങ്കിലോക്കെ, ആന്റി കോമ്പ് ചെയ്ത് തരുന്നില്ല. നമുക്ക് താഴേക്ക് പോകാം. ഒന്ന് മൂളിക്കൊണ്ട് ആര്യം മുൻപേ നടന്നു. പിന്നാലെ ശ്രീനന്ദിയും. അപ്പോഴേക്കും താഴെ ഇന്ദിരയും മാധവനും അവർ രണ്ടുപേരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കൂടി വന്നതോടെ മാധവൻ കാറ് മുന്നോട്ടെടുത്തു. ഇന്ദിരയും മാധവനും മുൻപിലും ആര്യനും ശ്രീനന്ദിയും പിന്നിലുമായിട്ടാണ് ഇരുന്നത്. ഏകദേശം 1 മണിക്കൂറോളം ദൂരം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ശ്രീനന്ദയുടെ വീട്ടിലേക്ക്. പോകുന്ന വഴിയെല്ലാം ആര്യൻ ഓരോരോ സംശയങ്ങൾ ചോദിച്ച് പുറം കാഴ്ചകളിൽ അത്ഭുതം പ്രകടിപ്പിച്ചും കുറുമ്പ് കാണിച്ചും അവരുടെ യാത്രയുടെ ദൈർഘ്യം കുറിച്ചതുപോലെ ശ്രീനന്ദയ്ക്ക് തോന്നി. ഒരു വേള സ്ത്രീക്ക് ഓർമ്മ വന്നത് അഥർവിനൊപ്പം വിവാഹം കഴിഞ്ഞ് അവന്റെ വീട്ടിലേക്ക് ആദ്യമായി പോയ ദിവസമാണ്. അന്ന് ഈ യാത്രാസമയം ഒരുപാട് മുൻപോട്ട് പോയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ വൈകുന്നതുപോലെ അവൾക്ക് തോന്നിയിരുന്നു. അപ്പോൾ അനുഭവിച്ച മാനസിക പിരിമുറുക്കങ്ങളുടെ ഒരു ചെറിയ കണിക പോലും അവളിൽ അവശേഷിച്ചിരുന്നില്ല. അതീവ സന്തോഷവതി അല്ലെങ്കിൽ പോലും മനസ്സിന്റെ ഭാരം കുറഞ്ഞ് ജീവിതം അതിന്റെ നേരായ വഴി തിരഞ്ഞെടുത്തുവെന്ന് ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് പോലെ ശ്രീനന്ദയ്ക്ക് തോന്നി. ഇന്ന് തങ്ങൾ വരുമെന്ന് ഇന്ദ്ര മുൻകൂട്ടി സജീവനെ വിളിച്ചു പറഞ്ഞത് പ്രകാരം കടയിലേക്ക് പോയ സജീവൻ നേരെ വീട്ടിലേക്ക് തിരികെ വന്നു. അതേസമയം ജോലിക്ക് പോയ സജീവൻ അതേപടി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ടതും സിന്ധു ഒരു സംശയത്തോടെ അയാൾക്ക് അരികിലേക്ക് ചെന്നു. ഇന്ന് സജീവേട്ടൻ കട തുറന്നില്ലേ? തുറന്നു. പിന്നെന്താ തിരിച്ചു വന്നത്? അത് ഇന്ന് ശ്രീനന്ദയുടെ വീട്ടിൽ നിന്ന് അവരൊക്കെ ഇങ്ങോട്ട് വരൂന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി സിന്ധു ദേഷ്യം കൊണ്ട് ഉറിഞ്ഞു തള്ളി. ദേ മനുഷ്യ, ആ നാശം പിടിച്ചവൾ ഇനി എന്തിനാ ഇങ്ങോട്ട് എഴുന്നള്ളുന്നത്? എന്തായാലും വരുന്നതും പോകുന്നതും കൊള്ളാം. ഇനി അതിന്റെ പേരിൽ ആർക്കും വെച്ചുണ്ടാക്കാനും ആരെ എടുത്ത് തീറ്റിക്കാനും ഒന്നും ഈ സിന്ധുവിനെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞില്ലെന്നു വേണ്ട. എന്റെ സിന്ധു, നീ ഇങ്ങനെ നിന്ന് തുള്ളണ്ട. അവര് വരുന്നത് ശ്രീനന്ദയുടെ ബുക്കും പുസ്തകങ്ങളും ഒക്കെ എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതെടുത്തിട്ട് അവരങ്ങ് പൊയ്ക്കോളും. അല്ലാതെ നിന്റെ കയ്യിൽ നിന്ന് സൽക്കാരം സ്വീകരിച്ച് ബന്ധം പുതുക്കാൻ വരുന്നതല്ല. സജീവനത് പറഞ്ഞതും സിന്ധു ഒന്നടങ്ങി. ഓ, പടിയിറക്കി വിട്ടപ്പോ അവൾക്ക് ഈ പുസ്തകം കൂടി എടുത്തോണ്ട് പോകാൻ മേലായിരുന്നു.
അങ്ങനെയാണെങ്കിൽ ഇനിയും അവളുടെ തിരുമോന്ത കാണേണ്ടി വരില്ലായിരുന്നു. സിന്ധു പിറുപിറുത്തു. സജീവൻ അത് വ്യക്തമായി കേട്ടെങ്കിലും അയാൾ അതിനെതിരെ പ്രതികരിക്കാനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ തന്നെ സിന്ധുവിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് അയാളുടെ പക്ഷം. അതല്ല മനുഷ്യ, അവൾ വരുന്നെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാ ധൃതി വെച്ചത്? ഉള്ള കച്ചവടം കളഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? സിന്ധു ദേഷ്യത്തോടെ സജീവനെ നോക്കി. നീ എന്താ സിന്ധു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കട ഞാൻ ആ പയ്യനെ ഏൽപ്പിച്ചിട്ടാ വന്നത്. അവരുടെ വീട്ടുകാർ വരുമ്പോ ഞാനിവിടെ ഉണ്ടാവേണ്ടതല്ലേ? അതിന് നിങ്ങളാരാ, അവളുടെ തന്തയോ? ദേ സിന്ധു, സൂക്ഷിച്ച് സംസാരിക്കണം. ഇത്രയുമൊക്കെ ആയിട്ടും ഞാൻ നിന്നെ കൈവയ്ക്കാത്തത് എന്താണെന്ന് നിനക്കറിയാലോ. തല്ലുകൊണ്ടൊന്നും നീ നന്നാവില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാ. പിന്നെ ഞാനെങ്ങനെ ചോദിക്കണം? നല്ലതുപോലെ പോയിക്കൊണ്ടിരുന്ന കട നിങ്ങൾ ആരെ ഏൽപ്പിച്ചിട്ടാ മനുഷ്യ ഇങ്ങോട്ട് വന്നത്? കടയിലെ പയ്യനുണ്ട്. സജീവിന്റെ കടയിൽ സഹായത്തിനൊരു പയ്യനുണ്ട്. അവന്റെ കാര്യം പറഞ്ഞതും സിന്ധു സജീവനെ രൂക്ഷത്തിൽ നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. എന്തായാലും സജീവന്റെ വായിൽ നിന്ന് കേട്ട വാക്കുകൾ മക്കളുടെ ചെവിയിൽ എത്തിച്ചു കൊടുക്കാൻ തന്നെ സിന്ധു തീരുമാനിച്ചു. അല്പം വീർത്ത മുഖവുമായി സിന്ധു നേരെ മക്കൾ രണ്ടാളും കിടന്നുറങ്ങുന്ന റൂമിലേക്ക് ചെന്നു. സിന്ധുവിന്റെ കണ്ണുകൾ വീണ്ടും ക്ലോക്കിലേക്ക് നീണ്ടു. മണി 10 പോന്നു. ഇത്രയും നേരമായിട്ടും അവരിരുവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. സിന്ധു അവരെ തട്ടി വിളിച്ചു. എന്താ അമ്മേ, മര്യാദയ്ക്ക് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ലേ? നേരം വെളുക്കുമ്പോ തുടങ്ങും. ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ സംഗീത പല്ല് കടിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്നു. സിന്ധുവിനെ നോക്കി അവൾ അലറി. 10 മണിയാക്കി. നീയൊക്കെ മൂട്ടി വെയിലടിക്കുന്നവരെ കിടന്നുറങ്ങ. അവളിപ്പോ വരും ഇങ്ങോട്ട്. ആര്? അഴിഞ്ഞൊളിഞ്ഞ മുടി ഒതുക്കി വെച്ചുകൊണ്ട് സംഗീത ചോദിച്ചു. അവളില്ലേ, ആ നശൂലം ശ്രീനന്ദ. അവളോ? അവളെന്തിനാ ഇനി ഇങ്ങോട്ട് വരുന്നത്? പാതി ഉറക്കത്തിലാണേലും അവളുടെ സംസാരം കേട്ടുകൊണ്ട് കിടന്ന സാക്ഷി ചോദിച്ചു. ആ, അവളുടെ ബുക്കും പുസ്തകം എടുക്കാൻ വരുന്നതാണെന്ന് അല്പം കടുപ്പത്തോടെ സിന്ധു പറഞ്ഞു. അവൾ ഒറ്റയ്ക്കാണോ അതോ അവളുടെ ഭർത്താവും ഉണ്ടോ? സംഗീത ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ ചോദിച്ചു. ആ, അവളും ആ വീട്ടുകാരും എന്നാണ് നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത്. ചിലപ്പോ അവരെല്ലാരും കാണും. സിന്ധുവിന്റെ വായിൽ നിന്നത് കേട്ടതും സംഗീതയുടെ മുഖം തിളങ്ങി. അന്ന് ആദ്യമായി ക്ഷേത്രത്തിൽ വെച്ച് അഥർവിനെ കണ്ട നിമിഷം തിളങ്ങിയതുപോലെ തന്നെ ആദ്യ കാഴ്ചയിൽ തന്നെ അവൾക്ക് അഥർവിനോടൊരു ഇഷ്ടം മനസ്സിൽ തോന്നിയിരുന്നു. സംഗീത പിന്നൊന്നും സിന്ധുവിനോട് സാക്ഷിയോടും പറയാൻ നിൽക്കാതെ നേരെ ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ ആ പോക്ക് അവരിരുവരും നോക്കിയെങ്കിലും അതിൽ പ്രത്യേകിച്ച് അസ്വാഭാവികതയൊന്നും അവർക്ക് തോന്നിയില്ല. സാക്ഷി, നീയെങ്കിലും വന്ന് എന്നെ ഒന്ന് അടുക്കളയിൽ സഹായിക്ക്. എന്തുമാത്രം പാത്രമാണെന്നറിയാമോ? സിങ്കിലും സ്ലാബിലും ഒക്കെ കൂടിക്കിടക്കുന്നത്. എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് വയ്യ സാക്ഷി. സിന്ധു അവസാന ശ്രമം പോലെ പറഞ്ഞെങ്കിലും സാക്ഷി മുഖം തിരിച്ചതോടെ അവർ നിവൃത്തിയില്ലാതെ അടുക്കളയിലേക്ക് പോയി. അതേസമയം തന്നെയായിരുന്നു വീട്ടുമുറ്റത്തേക്ക് ഒരു കാർ വന്നു നിന്നത്. എന്നാൽ സംഗീത പെട്ടെന്നൊരു കാക്കക്കുളിയും പാസാക്കി ഒരു നല്ല ചുരിദാർ എടുത്തിട്ട് മുടിയൊക്കെ ചീകി ഒരുങ്ങി റെഡിയാകുന്നത് കണ്ടതും സാക്ഷി അവളെ സംശയത്തോടെ നോക്കി. ചേച്ചി എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? അല്ല ചേച്ചി, ഇത്ര ഒരുങ്ങുന്നത് കൊണ്ട് ചോദിച്ചതാ. ഞാൻ എവിടേക്കും പോകുന്നില്ല. ആ ശ്രീനന്ദയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ടെന്നല്ലേ അമ്മ പറഞ്ഞത്. അവരൊക്കെ വരുമ്പോ നമ്മൾ കുറച്ച് വൃത്തിയായിട്ട് നിൽക്കണ്ടേ? ഇതിപ്പോ കുറച്ച് വൃത്തി കൂടിപ്പോയെന്നാ എന്റെ സംശയം. മുഖത്തിട്ട ഫൗണ്ടേഷന്റെ പുറത്ത് ബ്ലഷ് തേക്കുന്ന സംഗീതയെ നോക്കി സാക്ഷി എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു. സംഗീത അതൊന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. എന്നാൽ അവർ വന്ന വിവരം പറയാനായി അവരുടെ മുറിയിലേക്ക് വന്ന സിന്ധുവിന്റെ കണ്ണുകളും സംഗീതയിൽ ഉടക്കി. നീ എങ്ങോട്ടാ? അവർ ചോദിച്ചു. എന്റെ അമ്മേ, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ആ ശ്രീനന്ദ വരുമ്പോ ഞാൻ ഉറങ്ങി എണീറ്റപാടെ നിൽക്കണോ? മനുഷ്യനൊന്നും വൃത്തിക്ക് നിന്നാലും പ്രശ്നമാണോ ഈ വീട്ടിൽ? സംഗീത സിന്ധുവിന്റെ നേർക്ക് തട്ടിക്കയറാൻ ചെന്നു. നീയൊന്ന് അടങ്ങ സംഗീതേ. മുറ്റത്തൊരു കാർ വന്ന ശബ്ദം കേട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. മിക്കവാറും അത് അവർ തന്നെയായിരിക്കും. അവരെല്ലാരും ഉണ്ടോ അമ്മേ? സംഗീത പുഞ്ചിരിയോടെ സിന്ധുവിനോട് ചോദിച്ചു. ആ, ഞാനൊന്നും നോക്കാൻ പോയില്ല. പക്ഷെ സിന്ധു പറഞ്ഞു തീരും മുമ്പ് തന്നെ സംഗീത ഉമ്മറത്തേക്ക് നടന്നിരുന്നു. അവൾക്ക് പിന്നാലെ സിന്ധുവും സാക്ഷിയും അവിടേക്ക് പോയി. എന്നാൽ കാറിന്റെ ഡോർ തുറന്നിറങ്ങിയ ഇന്ദിരയെയും മാധവനെയും ശ്രീനന്ദയെയും ആര്യനെയും മാത്രം കണ്ടതോടെ സംഗീതയുടെ മുഖം പാടേ ചൊളിഞ്ഞുപോയി. മുറ്റത്തേക്ക് നോക്കിയാണ് നിൽപ്പെങ്കിലും തന്റെ ചേച്ചിയുടെ ഭാവങ്ങളെല്ലാം കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു സാക്ഷിയുടെ കണ്ണുകൾ. സിന്ധു അവരെ കണ്ടതും അത്ര തെളിച്ചമില്ലാത്ത മുഖത്തോടെ അവരെയൊന്നും നോക്കി. അകത്തേക്ക് കയറി വരാനോ അവർക്കടുത്തേക്ക് ചെല്ലാനോ ഒന്നിനും ശ്രമിച്ചില്ല.
ഒരു കാഴ്ചക്കാരിയെ പോലെ അവർ നിന്നു. ഉമ്മറത്തിരുന്ന സജീവൻ പെട്ടെന്ന് തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരോടൊക്കെ സംസാരിച്ചു. വാ, വന്ന കാര്യം നിൽക്കാതെ അകത്തോക്ക് കയറിയിരിക്കെ, സജീവൻ ഔപചാരികതയോടെ പറഞ്ഞു. മാധവനും ഇന്ദിരയും ഒന്ന് മുഖത്തോട് മുഖം നോക്കി. എന്നിട്ട് സജീവൻ നിർബന്ധിച്ചതാണല്ലോ എന്ന് കരുതി അവരുടെ ഉമ്മറത്തിണയിൽ ഇട്ടിരുന്ന പ്ലാസ്റ്റിക് കസേരയിലേക്ക് ഇരുന്നു. സജീവൻ സിന്ധുവിനെ കണ്ണു കാണിക്കുന്നുണ്ട്. മറ്റൊന്നിനുമല്ല, ചായ എടുക്കാനാണ് അയാൾ പറയാതെ പറയുന്നത്. എന്നാൽ സിന്ധു ആണെങ്കിലോ അതൊന്നും കണ്ടിട്ടും കാണാത്ത ഭാവത്തിൽ നിൽക്കുകയാണ്. നിർഭാഗ്യവശാൽ മാധവനും ഇന്ദിരയും അതെല്ലാം കൃത്യമായി കണ്ടു. ചായ ഒന്നും വേണ്ട സജീവ, ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ടാ ഇറങ്ങിയേ. പിന്നെ വരുന്ന വഴിക്ക് കുട്ടികൾക്ക് ദാഹിച്ചപ്പോൾ ജ്യൂസും കുടിച്ചു. പെട്ടെന്ന് ഇന്ദിര അങ്ങനെ പറഞ്ഞപ്പോൾ സിന്ധുവിന് വല്ലാത്ത ജാളിത. സജീവിന്റെ മുഖത്തും പറഞ്ഞറിയിക്കാനാവാത്ത നിസ്സഹായത തെളിഞ്ഞു നിന്നു. സിന്ധു ഇന്ദിരയെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പതിയെ അകത്തേക്ക് പോയി. അവർക്കൊപ്പം അതർവ് വന്നിട്ടില്ലെന്നറിഞ്ഞ സമയം സംഗീത ചവിട്ടിക്കുലുക്കി അകത്തേക്ക് പോയിരുന്നു. എങ്കിൽ പിന്നെ സമയം കളയണ്ട, മോള് പോയി ബുക്കൊക്കെ എടുത്തിട്ട് വാ. ഇന്ദിര പറഞ്ഞതോടെ അവരെ നോക്കി തലകുലുക്കിക്കൊണ്ട് ശ്രീനന്ദ ധൃതിയിൽ അകത്തേക്ക് നടന്നു. അവൾ മുകളിലേക്കുള്ള കോണിപ്പടികൾ കയറാൻ തുടങ്ങിയ സമയത്താണ് പിന്നിൽ നിന്നും സിന്ധുവിന്റെ വിളി വന്നത്. ഡി, അവിടെ നിന്നേ. നീ എന്താ എന്നെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോകുന്നേ? ഒന്നുമില്ലെങ്കിലും കുറെ കാലം ഇവിടുന്ന് തിന്നും കുടിച്ചുമല്ലേ നീ വളർന്നത്? അതോ വലിയ കാശുകാരുടെ വീട്ടിലേക്ക് പോയപ്പോ ഇനി ഞങ്ങളെയൊന്നും മൈൻഡ് ചെയ്യേണ്ടെന്ന് നീ വിചാരിച്ചോ? എന്തിനമ്മായി ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? വന്ന് കയറിയ സമയം ഞാൻ അമ്മായിയെ കണ്ടപ്പോ ചിരിച്ചതല്ലേ? അമ്മായിയല്ലേ എനിക്ക് മുഖം തരാതെ നിന്നത്? മാത്രമല്ല, അങ്ങനെ ലോഹ്യം ചോദിക്കാനും പറയാനും മാത്രമുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ഉണ്ടോ? അവരുടെ കണ്ണിലേക്ക് നോക്കി ശ്രീനന്ദി അത് ചോദിച്ചപ്പോ ഇത്തവണ അല്പം പതറിയത് സിന്ധുവാണ്. കാരണം വായിൽ വിരലിട്ടാ പോലും കടിക്കാത്ത അവളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവർ തീരെ പ്രതീക്ഷിച്ചില്ല. അത് കേട്ടോണ്ട് തന്നെയാണ് സാക്ഷി അവിടേക്ക് വന്നത്. ഡി, ബുക്കും പുസ്തകം എടുക്കാൻ വന്നാല് അതെടുത്തിട്ട് നിന്റെ പാട് നോക്കി പോയിക്കോണം. അല്ലാതെ എന്റെ അമ്മയെ ഭരിക്കാൻ നിന്നാലുണ്ടല്ലോ ഇപ്പൊ പിടിച്ചു പുറത്ത് തള്ളുന്നിന്നെ. കാണണോ? നോക്ക് സാക്ഷി, എനിക്കൊന്നും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല. ഞാൻ ഇവിടെ വന്നത് എന്റെ ബുക്ക് എടുക്കാനാണ്. അതും എടുത്തിട്ട് ഞാൻ എന്റെ വഴിക്ക് പോകും. അതിൻ്റെ ഇടയ്ക്ക് നിന്റെ അമ്മ തന്നെയാണ് എന്നോട് ഇങ്ങോട്ട് സംസാരിക്കാൻ വന്നത്. അതും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ശ്രീനന്ദ അവളുടെ മുറിയിലേക്ക് പോയി. അവൾക്ക് അഹങ്കാരം ഇത്തിരി കൂടിയോമേ? ശ്രീനന്ദയുടെ പോക്ക് നോക്കി നിന്ന് സാക്ഷി സിന്ധുവിനോട് ചോദിച്ചു. കൂടി, നല്ല രീതിക്ക് കൂടിയിട്ടുണ്ട്. പോകുന്നതിനു മുമ്പ് അതൊന്ന് കുറച്ചിട്ട് വേണം വിടാന്. സാക്ഷി കുടിലതയോടെ പറഞ്ഞപ്പോ കാര്യം മനസ്സിലായതുപോലെ സിന്ധു ഒന്ന് ഇരുത്തി. തുടരും. വായിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.